പ്രിയ കുട്ടികളെ, 14ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. എ പാർട്ട് സോൾവ് 3 × s-2/5 ≤ 5 × 2 - s/3. ഇത് 5 × 2 - s/3 എന്ന് വായിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. 5/3 × 2 - x എന്ന് വായിച്ചാലും മതി. പിന്നെ ബി പാർട്ട് സോൾവ് ദി ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി 3 ഇൻഇക്വാളിറ്റീസാണ് തന്നേക്കുന്നത്. ഈ ടൈപ്പ് കണക്കുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇഷ്ടംപോലെ നമ്മൾ കണ്ടു. 3 × s-2/5 ≤ 5 × 2 - s/3. നിങ്ങൾക്കറിയാം 5 × 3 കൊണ്ട് ഗുണിച്ച് 15 കൊണ്ട് മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഗുണിക്കുക. 15 × 3 × s-2/5 ≤ 15 × 5 × 2 - s/3. ഇത് വെട്ടിക്കളഞ്ഞപ്പോൾ 3 വന്നു. 3 × 3 × s-2 ≤ ഇത് വെട്ടിയപ്പോൾ 5 വന്നു. 5 × 5 × 2 - x. 9 × s-2 ≤ 25 × 2 - x. 9x - 18 ≤ 50 - 25x. 9x + 25x = 50 + 18 68 വന്നു. ഈ സൈഡ് ഇവിടെ 34x വന്നു ≤ 68. നമുക്കറിയാം 34 കൊണ്ട് ഹരിച്ചാൽ ഇത് x ആയിക്കോളും. 34 പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് ≤ മാറ്റം വരില്ല. x ≤ 2. സൊല്യൂഷൻ തെറ്റ് എന്താണ്? എക്സിൻ്റെ വില 2ഉം 2ൽ കുറവും. നമ്മൾ നമ്പർ ലൈനെ മനസ്സിൽ കാണുക. 2 വരുന്നുണ്ട്, 2ൽ കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ -∞ ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ ഇൻ്റർവൽ -∞ ക്ലോസ്ഡ് ഇൻ്റർവൽ 2. 2s + ty = 12, x = 1, y = 2. 3 ലൈനാണ് നമ്മൾ ഇതിനു വേണ്ടി ആദ്യം വരയ്ക്കേണ്ടത്. 3ഉം = ഇട്ട് നമ്മൾ എഴുതി. ഇതിനും പോയിൻറ്റ്സ് എടുക്കേണ്ട കാര്യമില്ല, ഇതിനെടുക്കണം. കോളം വരച്ചു. എക്സിന് 0 ഇടുമ്പോഴും വൈക്ക് 0 ഇടുമ്പോഴും എന്താണ് കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ച് പോയിൻ്റ് എടുക്കുക. എക്സിന് 0 ഇടുമ്പോൾ ഉടൻ പോയി 3y = 12 വന്നിട്ട് y 4 ആണെന്ന് മനസ്സിലായി. 0 4 ആണ് നമ്മുടെ ഒരു പോയിൻ്റ്. ഇത് y ആക്സിസിലെ പോയിൻ്റാണ്. വൈക്ക് 0 ഇടുമ്പോൾ ഇത് പോയി. 2x = 12 വന്നിട്ട് x 6 ആണ്. 6 0 നമ്മുടെ പോയിൻ്റ്. ഇത് x ആക്സിസിലെ പോയിൻ്റാണ്. y അക്ഷത്തിലെ 4ഉം x അക്ഷത്തിലെ 6. നമ്മൾ ലൈൻ നീട്ടി വരച്ചു, ആരോ മാർക്ക് ഇട്ടു, പേരും എഴുതി. 2s + ty = 12. x = 1 എന്ന് പറയുന്ന ലൈൻ x ആക്സിസിലെ 1ൽ കൂടി പോകുന്ന ഈ ലൈനാണ്. ഈ ലൈനിൽ അനേകം പോയിൻറ്റ്സ് ഉണ്ട്. ഏത് പോയിൻ്റ് എടുത്താലും x കോർഡിനേറ്റ് 1 ആണ്. ആരോ മാർക്ക് ഇട്ടു. x = 1 എന്ന് എഴുതി. y = 2 എന്ന ലൈൻ y ആക്സിസിലെ 2ൽ കൂടി പോകുന്ന ഈ ലൈനാണ്. ആരോ മാർക്ക് ഇട്ടു. y = 2 എഴുതി. ഇനി നിങ്ങൾ നോക്കുക. 2s + ty ≤ 12 ആണ്. 2s + ty = 12ൽ കൂടി കത്രി വെച്ച് പേപ്പർ കഷ്ണം അങ്ങ് മുറിച്ചു. ഒരു മുറി ഭാഗം ഈ താഴെ കിടപ്പുണ്ട്, ഒരെണ്ണം മുകളിലുണ്ട്. താഴെയുള്ള ഭാഗത്താണ് 0 0 0 0. നമുക്ക് ഇതിൽ കൊടുത്തു നോക്കാം. 2 × 0 + t × 0, അതായത് 0 ≤ 12. ശരിയോ തെറ്റോ? 0 ≤ 12 ശരി. അതുകൊണ്ട് ഈ ഇതിലെ കത്രി വെച്ച് മുറിച്ചപ്പോൾ താഴെയുള്ള ഭാഗത്തായിരുന്നു 0 0. ആ ഭാഗം, ആ പേപ്പർ കഷ്ണം മൊത്തമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. മുറിഞ്ഞു കിടക്കുന്ന ആ പേപ്പർ കഷ്ണം മൊത്തമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ആ പേപ്പർ കഷ്ണം എന്തോരം പേപ്പറിന് വലിപ്പമുണ്ടോ അതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ഷെയ്ഡിങ് വരും. ഇനി നമ്മുടെ അടുത്ത ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് x > 1ഉം y > 2ഉമാണ്. x > 1 എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ് x = 1 എന്ന ലൈൻ. അവിടെ വെച്ച് കത്രിക്ക് അങ്ങ് മുറിച്ച് കടലാസ് സെക്ഷൻ 2 ആയല്ലോ. x > 1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ പേപ്പറിൻ്റെ ഈ മുറിഞ്ഞ പേപ്പർ കഷ്ണമാണ്, അല്ലാതെ ഇപ്പുറത്തേക്കുള്ള മുറിഞ്ഞ പേപ്പർ കഷ്ണമല്ല. ഇങ്ങോട്ടുള്ള പേപ്പർ കഷ്ണത്തിലാണ് എക്സിൻ്റെ വില 1ൽ കൂടുതൽ. എക്സിൻ്റെ വില 1ൽ കൂടുതൽ. അപ്പോൾ ആദ്യത്തെ ലൈൻ വെച്ച് താഴത്തെ പേപ്പർ കഷ്ണം കിടപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ ലൈൻ വെച്ച് ഈ വലതുവശത്തെ പേപ്പർ കഷ്ണമുണ്ട്. രണ്ടിൻ്റെയും കൂടി ഷെയ്ഡിങ് വരുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. ആദ്യത്തേൻ്റെ ഈ ലൈൻ്റെ താഴേക്കുള്ള പേപ്പർ കഷ്ണമാണ്. രണ്ടാമത്തത് ഈ ലൈൻ്റെ ഇപ്പുറത്തെ പേപ്പർ കഷ്ണമാണ്.
രണ്ടിൻ്റെയും കൂടി ഷെയ്ഡിങ് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലം ഇതും എല്ലാം വരും. ഇതെല്ലാം വരും. ഇത്രയും സ്ഥലം വരും. ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ കാണുന്ന ഇത്രയും സ്ഥലം വരും. പിന്നെ നമുക്ക് y > 2 കൂടി ഉണ്ട്. y > 2 എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് y = 2 കൂടി കത്രി വെച്ച് മുറിച്ചാൽ പേപ്പർ കഷ്ണം മുകളിലത്തെ ഒരു ചതുരവും താഴത്തെ ഒരു ചതുരവും വരുന്നുണ്ട്. പക്ഷേ മുകളിലത്തെ ചതുരഭാഗത്താണ് y > 2 വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ഇൻഇക്വാളിറ്റിയുടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഇതായിരുന്നു. ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ, ഞാൻ ഈ കാണിക്കുന്ന ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഈ ലൈൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തു പറ്റി? ഈ ഇത്രയും ഭാഗങ്ങൾ ഔട്ടായിപ്പോയി. അപ്പോൾ ഈ കുഞ്ഞ് ട്രയാങ്കിളായിട്ട് നമ്മുടെ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഷെയ്ഡർ റീജിയൻ വന്നു. ഇതിൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. അങ്ങനെ നമുക്ക് ആ കണക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. നമ്മുടെ നോട്ടിനകത്ത് നമ്മളെങ്ങനെ ഫീസിബിൾ റീജിയൻ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കണുണ്ടോ? ഒന്നാമത്തെ പേജിൽ പോയി നോക്കേണ്ട വരും ഉണ്ടോ ഇല്ലയോ എന്ന്. ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. നമ്മൾ ഷെയ്ഡ് ചെയ്ത് കിട്ടുന്ന റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. ഇൻഇക്വാളിറ്റി, 3 കാര്യങ്ങൾ, സൊല്യൂഷൻ, XY പ്ലെയിൻ, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഷെയ്ഡിങ് വരുന്ന ഈ റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. സെക്കൻഡ് ഇയർ ഇതേ പാഠം തന്നെ തുടർച്ച പഠിക്കാനുണ്ട്. അതിനകത്ത് ഫീസിബിൾ റീജിയൻ കൃത്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ അത് പറയുന്നില്ല, അതുകൊണ്ട് നമ്മളത് എഴുതിയില്ല. ശരിക്കും ആ റീജിയൻ, ഷെയ്ഡഡ് റീജിയൻ്റെ പേരാണ് ഫീസിബിൾ റീജിയൻ. FEASIBLE. ഇത് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഒരു വേർഡ് പ്രോളാണ്. ടു റിസീവ് ഗ്രേഡ് A in a course, one must obtain an average of 90 marks or more in 5 exams, each of 100 marks. 100 മാർക്കിൽ 90 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ ഒരു ആൾക്ക് ഗ്രേഡ് A കിട്ടുള്ളൂ. ആവറേജ് ഓഫ് 90 മാർക്സ് ഓർ മോർ ഇൻ 5 എക്സാംസ്. 5 പരീക്ഷകളിൽ ആവറേജ് മാർക്ക് 90 അതിൽ കൂടുതലോ കിട്ടണം. സുനിതാസ് മാർക്സ് ഇൻ ദി ഫസ്റ്റ് 4 എക്സാംസ് ആർ 87, 92, 94, 95. ഫൈൻഡ് ദി മിനിമം മാർക്സ് ദാറ്റ് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ ഇൻ ദ 5th എക്സാം ടു ഗെറ്റ് ഗ്രേഡ് A ഇൻ ദ കോഴ്സ്. 4 പരീക്ഷയുടെ സുനിതയുടെ മാർക്കാണ് ഈ കാണുന്നത്. അതിലൊരു പരീക്ഷയ്ക്ക് മാത്രം മാർക്ക് ഇച്ചിരി കുറവാണ്. 5 പരീക്ഷയുടെ ആവറേജാണ് 90 അതിൽ കൂടുതലോ വരേണ്ടത്. അപ്പോൾ 5ാമത്തെ പരീക്ഷയുടെ മാർക്ക് സുനിതയ്ക്ക് എത്ര കിട്ടിയാലാണ് ഈ ഗ്രേഡ് A കിട്ടുള്ളൂ? ലെറ്റ് സുനിതാസ് മാർക്ക് ഇൻ 5th എക്സാം ബി എക്സ് എന്നെടുക്കുക. ആവറേജ് മാർക്ക് 90 ഓർ എബോവ് ആയിരിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടു റിസീവ് ഗ്രേഡ് A one must obtain an average of 90 or more in 5 exams. അപ്പോൾ ആവറേജ് മാർക്ക് 90 ഓർ മോർ ആയിരിക്കണം. എന്നുവെച്ചാൽ ആവറേജ് മാർക്കായിരിക്കണം 90 അതിൽ കൂടുതലോ. ഈ ആവറേജ് മാർക്ക് എങ്ങനെ എടുക്കണേ? 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 95 പ്ലസ് ഇപ്പം നമ്മൾ 5ാമത്തെ പരീക്ഷയുടെ മാർക്ക് എടുത്ത എക്സ് മൊത്തം ബൈ 5. അപ്പോൾ ആവറേജ് കിട്ടി > 90. ഇനി സാധാരണ ഇൻഇക്വാളിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 × 90. അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ 368 പ്ലസ് എക്സ് 450 ഇത് ഗുണിച്ചപ്പോൾ 368 പ്ലസ് എക്സ് > 450. എക്സ് തന്നെ ഇവിടെ ഇട്ടു. 368 അപ്പുറം കൊണ്ടുപോയി 450 മൈനസ് 368. അപ്പോൾ എക്സ് > 82. മിനിമം മാർക്ക് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ ഇൻ ദി 5th എക്സാം ഈസ് 82. അപ്പോൾ സുനിതയുടെ 5ാമത്തെ പരീക്ഷയുടെ മാർക്കാണ് ഈ എക്സ്. അത് 82 വരാം, 82ൽ കൂടുതലും വരാം. 82 വരേണ്ടത്, അതിൽ കൂടുതലും വരാം. 82 കിട്ടിയാലും ഗ്രേഡ് A തന്നെ സുനിതയ്ക്ക് കിട്ടിക്കോളും. അപ്പം മിനിമം മാർക്ക് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ ഇൻ ദി 5th എക്സാം ഫോർ ഗെറ്റിംഗ് ഗ്രേഡ് A എന്ന് ചോദിക്കുമ്പോൾ 82 കിട്ടിയാലും അതിൽ കൂടുതൽ മാർക്കും 5ാമത്തെ പരീക്ഷയ്ക്ക് സുനിതയ്ക്ക് വരാം. 82 കിട്ടിയാൽ അത് മിനിമം മാർക്കാണ് സുനിതയ്ക്ക് 5ാമത്തെ വിഷയത്തിന് കിട്ടുന്ന മാർക്ക്. എന്തിനുള്ള മിനിമം മാർക്ക്? ഗ്രേഡ് A കിട്ടാനുള്ള മിനിമം മാർക്ക്. ബാക്കി 4 വിഷയങ്ങളുടെ മാർക്കിൻ്റെ കൂടെ 5ാമത്തെ പരീക്ഷയ്ക്ക് 82 മാർക്ക് എങ്കിലും കിട്ടിയാൽ സുനിത കൃത്യം ഗ്രേഡ് Aയിൽ നിന്നോളൂ. 82 കൂടുതലാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ സുനിത ഗ്രേഡ് A കറക്റ്റ് ഭാഗത്തല്ല, അതിൽ ഇച്ചിരിയുടെ മാർക്കുണ്ടെന്ന് പറയാം.
നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് മിനിമം മാർക്ക് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ ദി 5th എക്സാം ആണ്. അതുകൊണ്ട് അത് 82. കാരണം 5ാമത്തെ പരീക്ഷയുടെ മാർക്ക് 82 അതിൽ കൂടുതലോ വരാമെന്നാണ് കിട്ടിയത്. അപ്പോൾ മിനിമം മാർക്ക് 82. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഷെയ്ഡർ റീജിയൻ ഇൻ ദ ഗ്രാഫ് ഷോസ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഇങ്ങനെ ഒരു ഗ്രാഫ് അവർ തന്നേക്കുക. ഇതിൻ്റെ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ്, ഇതിലെ ഒരു ലൈൻ പോകുന്നുണ്ട്, ഇതിലെ പോകുന്നുണ്ട്, ഇതിലെ പോകുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈൻ വന്നത് വൈ ആക്സിസ് ആണ്. അങ്ങനെ 1 2 3 4 അതിലുണ്ടല്ലോ ഈ ഷെയ്ഡർ റീജിയൻ. ആ ഇൻഇക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം പല ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ട ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുന്ന ഒരു ഇൻഇക്വാളിറ്റി ഉണ്ടായിരുന്നു, 2 എണ്ണം വെച്ച് പറയുന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ പ്രോബ്ലത്തിലും വരും. കാരണം ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലാസ്റ്റത്തെ ഫീസിബിൾ റീജിയൻ വന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻഇക്വാളിറ്റി എഴുതുന്ന കൂട്ടത്തിൽ അതെന്തായാലും വരും. എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാ ഇത് എഴുതാത്തതെന്ന് വെച്ചാൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യേക്കാൾ ഇച്ചിരൂടെ കറക്റ്റായിട്ട് ഈ ലൈനാണ് അതിൻ്റെ ഒരു അതിര് വന്നേക്കുന്നത്. ഈ ലൈൻ്റെ പേര്, ഒറിജിനിൽ കൂടി പോകുന്ന ഈ ലൈൻ്റെ പേര്, അല്ലെങ്കിൽ 3 3 ഒക്കെ പോയിൻ്റ് കിടക്കുന്ന 0 0 ഒക്കെ പോയിൻ്റ് കിടക്കുന്ന ഈ ലൈൻ്റെ പേര് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ y = x എന്ന ലൈനാണ് ഇങ്ങനെ പോണേ. ചെരിഞ്ഞ് ഒറിജിനിൽ കൂടി പോകുന്നു, 1 1ൽ കൂടി പോകുന്നു, 2 2ൽ കൂടി പോകുന്നു, 3 3ൽ കൂടി പോകുന്നു, 4 4ൽ കൂടി പോകുന്നു. അങ്ങനെ പോകുന്ന ലൈൻ്റെ പേര് y = x ആണ്. അതല്ലേ അതിൻ്റെ ഒരതിരി നിൽക്കുന്നത്. അതുകൊണ്ട് അത് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഈ ലൈനും ഈ ലൈനും ഈ ലൈനും ഇക്വേഷൻ അതാണെന്ന് അറിയണം. പിന്നെ ഒരതിരി ഈ ലൈനാണ്, വൈ ആക്സിസ് ആയിരുന്നു. വൈ ആക്സിസിനാണ് x = 0 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ x = 0 വെച്ചാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇപ്പുറത്തെ സൈഡ് എടുത്തേക്കണേ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈ സൈഡ് എടുത്തേ. ഈ സൈഡിലാണോ ഷെയ്ഡിങ് വന്നത്, ഈ ലൈൻ അതിൽ വെച്ച്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അത് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ വൈ, ഇത് എക്സ് ആക്സിസ് y = 0 എന്ന ലൈൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇവിടെ പറയേണ്ടതില്ല പ്രത്യേകിച്ച്. കാരണം ഇവിടെയല്ല ഷെയ്ഡിങ് റീജിയൻ വന്നേക്കണേ. കറക്റ്റ് 4 ലൈൻസ് അതിനെ അതിരായിട്ട് നിൽപ്പുണ്ട്. 4ഉം പറഞ്ഞാൽ മതി. ഞാൻ ഈ പടം ഒന്നുകൂടെ വരച്ചതാണ്. 1ൽ കൂടിയും 1ൽ കൂടിയും പോകുന്ന ഒരു ലൈനാണ് ഒരു ലൈൻ. നമ്മൾ ആ ലൈന് L1 എന്ന് പേരിട്ടു. പിന്നെ 0 0 3 3ൽ കൂടിയൊക്കെ പോകുന്ന ലൈനാണ് മറ്റേ ലൈൻ, അതിന് L2 എന്ന് പേരിട്ടു. പിന്നെ 10 0ൽ കൂടിയും എക്സ് അക്ഷത്തിലെ 10, അപ്പോൾ 10 0 എന്ന പോയിൻ്റ്, y അക്ഷത്തിലെ 5 0 5 എന്ന പോയിൻ്റ്, അതിൽ പോകുന്ന ലൈനാണ് 3ാമത്തെ ലൈൻ. L3 എന്ന് പേരിട്ടു. ഇവിടെയായിരുന്നു നമ്മുടെ ഷെയ്ഡിങ് റീജിയൻ കിടന്നത്. ഈ 3 ലൈൻ്റെ ഇക്വേഷൻ കാണുവാണ് നമ്മുടെ ആദ്യത്തെ പണി. L1 പാസസ് ത്രൂ 1 0 ആൻഡ് 0 1. 1 0 എക്സ് ആക്സിസിൽ, 0 1 വൈ ആക്സിസിൽ. 1 0 ആൻഡ് 0 1 ഒന്നിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ L1 മേക്സ് എക്സ് ഇൻ്റർസെപ്റ്റ് 1 on x axis and y intercept 1 on y axis. നിങ്ങൾക്ക് അറിയത്തില്ല ഇൻ്റർസെപ്റ്റ് എന്താണെന്ന്. എക്സ് അക്ഷത്തിൽ ലൈൻ കട്ട് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഈ L1 എന്ന ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇവിടം വരെ ഒറിജിനിൽ നിന്നൊരു ദൂരമുണ്ട്, ആ ദൂരമാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, അത് 1 ആണ്. ഈ L1 എന്ന ലൈൻ y അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം ഇതാണ് y അക്ഷം. ഒറിജിനിൽ നിന്ന് y അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം വരെ ഒരു ദൂരമുണ്ട്, അതും 1 ആണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റും 1 ആണ്. അങ്ങനെ എക്സ് ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും അറിയാമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കാണാൻ ഇങ്ങനെയൊരു ഫോർമുലയുണ്ട്. x/a + y/b = 1. a എക്സ് ഇൻ്റർസെപ്റ്റ്, b y ഇൻ്റർസെപ്റ്റ്, അത് രണ്ടും ഈ കണക്കിൽ 1ഉം 1ഉമാണ്. L1 മേക്സ് ഇൻ്റർസെപ്റ്റ്സ് 1 and 1 on axis. അതുകൊണ്ട് L1 ഈസ് x/x ഇൻ്റർസെപ്റ്റ് എയും 1 പ്ലസ് y ഇൻ്റർസെപ്റ്റ് ബിയും 1 = 1. x + y = 1. എളുപ്പ രീതിയിൽ L1 കാണാൻ പറ്റി.
നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുവാണ് ഈ ഇൻ്റർസെപ്റ്റ് ഫോമൊക്കെ ലൈനിൽ കുറച്ച് ഫോമുകളൊക്കെ ഉണ്ട്. അതിൽ ഓരോന്നാണ് ഇൻ്റർസെപ്റ്റ് ഫോം. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, x/a + y/b = 1 എന്ന ഇക്വേഷൻ വെച്ച് ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ളൊരു ഫോമുണ്ട്. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഈ എക്സിൻ്റെ താഴെ വരുന്ന എക്സ് ഇൻ്റർസെപ്റ്റ്, വൈയുടെ താഴെ വരുന്ന വൈ ഇൻ്റർസെപ്റ്റ്. എന്താണ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഒരു ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കുക. അവിടം വരെ ഒറിജിനിൽ നിന്നൊരു ദൂരമുണ്ട്, അതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. ഇത് 1 യൂണിറ്റാണ്. അപ്പോൾ എ ആയിട്ട് എടുക്കേണ്ടത് 1 യൂണിറ്റ്. അതേ ലൈൻ തന്നെ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടം വരെ ഒറിജിനിൽ നിന്നൊരു ദൂരമുണ്ട്, ആ ദൂരം 1 യൂണിറ്റാണ് ഇവിടെയും, അതാണ് വൈ ഇൻ്റർസെപ്റ്റ് ബി. ഇത് രണ്ടും അറിയാമെങ്കിൽ x/a + y/b = 1 എന്ന ഫോർമുലയിൽ അത് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 1ഉം 1ഉമാണ് എയും ബിയും വന്ന് x/1 + y/1 = 1, x + y = 1. ഇനി നമുക്ക് L2 കാണാൻ പോകാം. 0, 0, 3, 3യിൽ കൂടി പോകുന്ന ലൈൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, 0, 0, 3, 3 എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ് ഇതിൽ. അപ്പോൾ y = x എന്നാണ് ലൈൻ്റെ ഇക്വേഷൻ. ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയാണ്. L3 എന്ന് പറയുന്ന ലൈൻ ഇത് 0, 5ൽ കൂടിയും പോകുന്നു, 10, 0യിൽ കൂടിയും പോകുന്നു. L3 അല്ലെങ്കിൽ ഒന്നിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് തന്നെയാണ്. L3 എന്ന് പറയുന്ന ലൈൻ, ഈ പോകുന്ന ലൈനല്ലേ L3 എന്ന് പറയുന്ന ലൈൻ, ഇനിയുള്ള ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം വരെ ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് 10 യൂണിറ്റ്. അപ്പോൾ സ്മോൾ a 10 ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്. വൈ അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം വരെ ഒറിജിനിൽ നിന്ന് 5 യൂണിറ്റ് ദൂരമുണ്ട്, അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ബി 5 ആണ്. നമ്മുടെ ഇതേ ഫോർമുല വെച്ച് തന്നെ x/10 + y/5 = 1 എന്ന് എഴുതാൻ പറ്റും. എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം വരെ 10 യൂണിറ്റ്, അപ്പോൾ സ്മോൾ a ആണ് 10. x/10 + y/5 = 1. L3 മേക്സ് ഇൻ്റർസെപ്റ്റ്സ് 10 and 5 ഓൺ ആക്സസ്. ആക്സസ് എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് ആക്സിസിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അത് 10. പിന്നെ വൈ ആക്സിസിൻ്റെ കാര്യമാണ്, അത് 5. അപ്പോൾ 10 നമുക്ക് LC എടുത്താൽ മുകളിൽ എക്സ് പ്ലസ് ഇവിടെ 5 ഉള്ളൂ, അപ്പോൾ 10 LC എടുത്തപ്പോൾ ഇവിടെ 2y വരും = 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + 2y = 10. അങ്ങനെ നമുക്ക് L3യും കിട്ടി. 10 LC എടുക്കുമ്പോൾ മുകളിൽ എക്സ് പ്ലസ് ഇവിടെ 5 ഉള്ളൂ, 10 LC എടുത്തപ്പോൾ ഇവിടെ 2y വരും. x + 2y = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10. 3 ഇക്വേഷനും കിട്ടി. ഷെയ്ഡർ റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഏതൊക്കെ ലൈൻസിനിടയ്ക്കാണ് ഈ ഷെയ്ഡർ റീജിയൻ നിൽക്കുന്നത്? ഷെയ്ഡർ റീജിയൻ നിൽക്കുന്നത് L1 എന്ന ലൈനും L2 എന്ന ലൈനും L3 എന്ന ലൈനും പിന്നെ ഇതിനുമിടയ്ക്കാണ്. ഇത് നമ്മുടെ y ആക്സിസ് ആയ x = 0 എന്ന ലൈനിടയ്ക്കാണ്. ഇവിടെയായിരുന്നു ഷെയ്ഡർ റീജിയൻ. ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലൈൻ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. 1 L1, 2 L2, 3 L3, 4 ഇത് y ആക്സിസ് എന്ന x = 0. ഇതിനിടയ്ക്കായിരുന്നു നമ്മുടെ ഈ ഷെയ്ഡർ റീജിയൻ. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ ക്വസ്റ്റനിൽ കിടക്കും പോലെ തന്നെ, ഞാനത് വിട്ടുപോയതാണ് ഷെയ്ഡ് ചെയ്യാൻ. ഷെയ്ഡർ റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ ലൈൻസ് x = 0 എന്ന y ആക്സിസ്, പിന്നെ നമ്മൾ കണ്ടുപിടിച്ച x + y = 1 എന്ന L1, y = x എന്ന L2, x + 2y = 10 എന്ന L3. അപ്പോൾ ഇൻഇക്വാളിറ്റീസ് അതൊക്കെയാണ്. നിങ്ങൾ നോക്കുക, ഈ ഷെയ്ഡർ റീജിയൻ്റെ എക്സിൻ്റെ വൈ വശത്താണല്ലോ x = 0, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇപ്പുറത്തെ സൈഡിലേക്കാണ്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻഇക്വാളിറ്റി കിടക്കുന്ന ഒരു സ്ഥലം. പിന്നെ L1 നോക്കുക, ഇതായിരുന്നു L1. ഈ ലൈൻ്റെയും പേരെന്തായിരുന്നു L1ൻ്റെ? x + y = 1. ഇനി x + y = 1 എന്ന ലൈൻ്റെ വെച്ച് കത്രി കൊണ്ട് മുറിച്ചാൽ താഴെയല്ലേ 0, 0. 0, 0 കിടക്കുന്ന സ്ഥലം അല്ലല്ലോ, മുകളിലത്തെ സ്ഥലമല്ലേ ഷെയ്ഡിങ് വന്നേ. അപ്പോൾ x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് ഇടുന്നത് എങ്കിൽ 0, 0 അതിൽ കൊടുക്കുമ്പോൾ 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തെറ്റാണ്. അപ്പോൾ 0, 0 കിടക്കുന്ന ഈ L1 എന്ന ലൈൻ്റെ കത്രിക വെച്ച് മുറിച്ചപ്പോൾ മുറിഞ്ഞു കിടക്കുന്ന ഈ താഴെയുള്ള കടലാസ് കഷ്ണമല്ല ഷെയ്ഡിങ് വരുന്നത്, മുകളിലുള്ള കടലാസ് കഷ്ണമാണ് ഷെയ്ഡിങ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ L1 എന്ന x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൊടുത്താൽ മാത്രമേ താഴെയുള്ള ഭാഗം തെറ്റ് വരുള്ളൂ 0, 0 കൊടുക്കുമ്പോൾ. അപ്പോൾ മുകളിലത്തെ സ്ഥലം നമ്മൾ ഷെയ്ഡിങ്ങിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്.
ഇനി അടുത്തത് L2. y = x എന്ന ലൈൻ്റെയും ഇങ്ങോട്ടാണ് ഷെയ്ഡിങ് വന്നേക്കണേ. അത് കറക്റ്റ് 0 കൂടി കടന്നു പോയതുകൊണ്ട് ആ പോയിൻ്റ് നമ്മൾ അതിലിട്ട് നോക്കില്ല. വേറൊരു പോയിൻ്റ് ഇതാണ് നമ്മുടെ L2 ഇവിടെ വെച്ച് കത്രിക്ക് അങ്ങ് കട്ട് ചെയ്തു. മുകളിലൊരു കടലാസ് കഷ്ണം കിട്ടി, താഴെ ഒരു കടലാസ് കഷ്ണം. നമുക്ക് മുകളിലത്തെ ഭാഗമാണ് ഷെയ്ഡിങ് വരേണ്ടത്. നമ്മൾ ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തു. ഇവിടുത്തെ പോയിൻ്റ് അല്ലേ ഇത്. ഈ കടലാസ് ഇതിൽ കൂടി കത്രിക വെച്ച് മുറിച്ചാൽ ഈ പറയുന്ന പേപ്പർ കഷ്ണത്തിലെ ഒരു പോയിൻ്റാണ് 04. ആ 04 കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഈ പേപ്പർ കഷ്ണത്തിൽ, അവിടെയാണ് ഷെയ്ഡിങ് വന്നത്. അല്ലാതെ ഈ താഴെയുള്ള ഇവിടെ വെച്ച് കത്രിക വെച്ച് കണ്ടിക്കുകയാണ്. അപ്പോൾ താഴേക്കുള്ള കടലാസ് കഷ്ണം അല്ല വരുന്നത്, മുകളിലത്തെയാണ്. അപ്പോൾ ആ മുകളിലത്തെ ഒരു പോയിൻ്റ് എടുത്തത് 04. ആ 04 നമുക്ക് ഇതിലൊന്നിട്ട് നോക്കാം. 04 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നാലല്ലേ ശരിയാവുള്ളൂ. അല്ലാതെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നാലല്ലോ ശരിയാവുന്നത്. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആണ്. കാരണം നമ്മൾ 04 കിടക്കുന്ന സ്ഥലമായിരുന്നു ഈ y = x എന്ന ലൈൻ്റെ മുകളിലേക്ക് ഉള്ള ഭാഗം. അതിലാണ് കത്രിക കണ്ടിക്കുമ്പോൾ വരുന്ന ഈ മോൾ ഭാഗത്തെ പേപ്പർ കഷ്ണമാണ് ഷെയ്ഡിങ് വരുന്നത്. നമ്മുടെ L3യിലേക്ക് ഇതായിരുന്നു നമ്മുടെ L3. അത് 2x + y = 10, x + 2y = 10 എന്ന ലൈനാണ്. നിങ്ങൾ അതിലേക്ക് നോക്കുക. നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങ് വരെ ഞാൻ പോകേണ്ടി വരുന്നത്. x + 2y = 10 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഇതിലെ കത്രിക വെച്ച് കണ്ടിച്ചു. അപ്പോൾ താഴെയാണ് 00, ആ പേപ്പർ കഷ്ണത്തിലാണ്. ആ ഭാഗമല്ലേ ഷെയ്ഡിങ് വരുന്നത്. അതുകൊണ്ട് 00 കിടക്കുന്ന ഭാഗം തന്നെ ശരിയായി വരണം. അതുകൊണ്ട് ഈ x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ടാലാണോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ടാലാണോ 00 കിടക്കുന്ന സ്ഥലം ശരിയായി തന്നെ. 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇട്ടാലാണ് ശരിയായിട്ട് വരുള്ളൂ. അതുകൊണ്ട് x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 തന്നെ എടുക്കണം. എന്നാലാണ് L3 എന്ന് പറയുന്ന ഈ ലൈൻ്റെ ഇതിലെ കത്രികയ്ക്ക് കട്ട് ചെയ്താൽ താഴെയുള്ള മുറിഞ്ഞ് കിടക്കുന്ന പേപ്പർ കഷ്ണത്തെ 00 വന്നിട്ട് ആ താഴെയുള്ള പേപ്പർ കഷ്ണം ഷെയ്ഡിങ് വരുള്ളൂ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഷെയ്ഡിങ് വന്നു കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി 4 കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത സ്ഥലം തന്നിട്ട് നിങ്ങളോട് ഇൻഇക്വാളിറ്റി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കണ്ടോ എഴുതിയേക്കണത് 4 ഇൻഇക്വാളിറ്റി. ഇത്തിരി പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായത്. ഒരു കൊല്ലം മുമ്പ് അങ്ങോട്ട് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഞാനിവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഈ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തേക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് നമ്മൾ ലൈനെല്ലാം L1 എന്ന ലൈൻ, L2 എന്ന ലൈൻ, L3 എന്ന ലൈൻ, പിന്നെ ഈ ലൈന്, അങ്ങനെ 4 ലൈനാണ് ഇതിൻ്റെ അതിരുകളായിട്ട് കിടക്കുന്നത്. ഈ ഷെയ്ഡിങ് റീജിയൻ്റെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഇച്ചിരൂടെ മനസ്സിലാവുള്ളൂ. അന്നേരം ഈ ലൈൻ നമ്മൾ x ഇൻ്റർസെപ്റ്റ് 1 y ഇൻ്റർസെപ്റ്റ് 1 വെച്ച് L1 കണ്ടുപിടിച്ചിട്ടുണ്ട്. x + y = 1. ഈ ലൈൻ ഇതിലെ കത്രിക വെച്ച് കണ്ടിച്ചു, പേപ്പർ രണ്ടായിട്ട് മുറിഞ്ഞു. പക്ഷേ ഈ ലൈൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തിലാണ് ഷെയ്ഡിങ് വരുന്നത് ഇവിടെ. അപ്പോൾ മുറിഞ്ഞ കിടക്കുന്ന പേപ്പറിൻ്റെ താഴേക്കുള്ള ഭാഗമായിരുന്നു 00. അപ്പോൾ 00 ഇട്ട് കഴിയുമ്പോൾ തെറ്റ് വരണം നമുക്ക്. എന്നാലാണ് നമ്മൾ 00 കിടക്കുന്ന സൈഡ് എടുക്കാതെ ഈ മുകളിലത്തെ സൈഡ് ഇതിൻ്റെ പേപ്പർ കഷ്ണം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോഴാണോ തെറ്റ് തന്നെ, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോഴാണോ 00 കൊടുക്കുമ്പോൾ തെറ്റ് തന്നെ. 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ ശരിയാണ് വരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരുന്നതെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ഇതൊരതിരായിരുന്നു. y ആക്സിസ്, അതിൻ്റെ പേര് x = 0 എന്നാണ്. x = 0 എന്ന് പറയുന്ന ലൈൻ ഈ y ആക്സിസിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കല്ലേ ഷെയ്ഡിങ് വന്നേ. അത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. വെറുതെ എഴുതാവുന്ന കാര്യമുള്ളത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ഇനി L2ലേക്ക് വരിക. ഇത് y = x എന്ന ലൈനാണ്. ഇതിലെ y = x എന്ന ലൈനാണ് ഈ L2. y = x എന്ന ലൈനാണ് ഈ L2. ശരിയാണ്.
L2. ഇതിലേക്ക് 3ക്ക് കട്ട് ചെയ്താൽ കറക്റ്റ് 0 അകത്തേ പോകുന്നുണ്ട്. വേറൊരു പോയിൻ്റ് എടുക്കുക, ഷെയ്ഡിങ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുക്കുക. 03 ആണെന്നിരിക്കട്ടെ, ഇത് 03 അല്ലെങ്കിൽ 05. L2 വെച്ച് 3ക്ക് കട്ട് ചെയ്യുമ്പോൾ 05. ആ 05 എടുത്ത് ഇതിൽ കൊടുക്കുമ്പോൾ ശരിയായി വരണം. 5 > 0 ഇട്ടാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇവിടെ വരേണ്ടത് y > x. ഇനി അവസാനത്തെ x+2y = 10 ആണ് നമ്മുടെ L3. ഇതിലേക്ക് 3ക്ക് കട്ട് ചെയ്തപ്പോൾ കടലാസ് കഷ്ണം മുറിഞ്ഞിടുന്നതിൽ താഴെയുള്ള ഭാഗത്താണ് 00, താഴെയുള്ള ഭാഗമാണ് ഷെയ്ഡിങ്ങിൽ വരേണ്ടത്. അപ്പോൾ 00 ഇതിൽ കൊടുക്കുമ്പോൾ ശരി വരണം. 0 + 2 × 0 0. അത് ശരി വന്നെങ്കിൽ <10 വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ x+2y < 10. അങ്ങനെയാണ് നമ്മൾ ഇനിക്വാളിറ്റീസ് എഴുതുന്നത്. മനസ്സിലായി ഞാൻ വിചാരിക്കണം. ആദ്യം നമ്മൾ പടം ഒന്നുകൂടെ വരച്ച് ഷെയ്ഡിങ് ഒന്നുകൂടെ ചെയ്യുക. L1 L2 L3 എന്ന് 3 ലൈന് പേരിടുക. 4ാമത്തെ അതിൽ ഇതാണ്. അങ്ങനെ പേരിട്ട് വെച്ചിട്ട് L1 L2 L3 കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കുക. നമ്മളിവിടെ ഇൻ്റർസെപ്റ്റ് ഫോമിലാണ് കണ്ടുപിടിച്ചത്. ഒരെണ്ണം വെറുതെ എഴുതുക ചെയ്തത്. 0033 ഇങ്ങനെയൊക്കെ വരുന്ന പോയിൻറ്റ്സ് വരുന്ന ലൈൻ്റെ പേര് y = x ആണ്. പിന്നെ ആ ഷെയ്ഡ് റീജിയൻ ഏതൊക്കെ ലൈൻസിനിടയ്ക്കാണ് കിടക്കണതെന്ന് കൃത്യം എഴുതുക. 4 ലൈൻസ് എന്തായാലും കിട്ടും, കാരണം ഷെയ്ഡ് റീജിയന് 4 തരമുണ്ട്. എന്നിട്ട് ഇനിക്വാളിറ്റീസ് അതിൻ്റെ ഇടയ്ക്കവിടെ ഇക്വേഷൻ മാറ്റി, സമം മാറ്റി, ഇനിക്വാളിറ്റീസ് < രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് വന്നാലാണ് ആ കറക്റ്റ് ഷെയ്ഡിങ് വരുന്ന സ്ഥലം വരുന്നതെന്ന് നോക്കി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ 4ാമത്തെ ഒരു കണക്കോടെ പഠിപ്പിക്കുകയാണ്. വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ A00 B40 C24. ഇത് കറക്റ്റ് 00 കിടക്കുന്ന സ്ഥലമോ 40 കിടക്കുന്ന സ്ഥലമോ 24 കിടക്കുന്ന സ്ഥലമോ ഒന്നുമല്ല. അങ്ങനെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സൈഡ് BCയുടെ ഇക്വേഷൻ കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതും നമ്മൾ വേറൊരു പാഠം പഠിച്ചാലാണ് ഈ പാഠം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. BCയുടെ ഇക്വേഷൻ കാണാൻ ഇച്ചിരി മുമ്പ് ഞാനൊരു ലൈൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു. പക്ഷേ ഇവിടെ BCയുടെ ഇക്വേഷൻ കാണാൻ 2 പോയിൻ്റ് ഫോമാണിത്. 2 പോയിൻ്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഒരു 2 പോയിൻ്റ് ഫോം പഠിക്കാനുണ്ടായിരുന്നു. B40 C24 തന്നിട്ടാണ് അവർ നമ്മളോട് BCയുടെ ഇക്വേഷൻ കാണാൻ ചോദിച്ചത്. BC എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിൻ്റ് x1 y1 ആയിട്ടും രണ്ടാമത്തെ പോയിൻ്റ് x2 y2 ആയിട്ടും എടുത്തുകൊണ്ട് ഈ ഫോർമുലയിൽ അത് അപ്ലൈ ചെയ്താൽ മതി. y - y1 = y2 - y1 / s2 - x1 × x - x1. ഒന്നുകൂടെ വായിക്കാം. y - y1 = y2 - y1 / s2 - x1 × x - x1. 2 പോയിൻ്റ് ഫോം എന്നാണ് ഈ ഫോമിൻ്റെ പേര്. 2 പോയിൻ്റ് തരുമ്പോൾ എങ്ങനെ ലൈൻ്റെ ഇക്വേഷൻ കാണാം. ഇച്ചിരി മുമ്പ് പഠിച്ച കണക്കിൽ ഇൻ്റർസെപ്റ്റ് ഫോം എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇൻ്റർസെപ്റ്റ് x ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും തന്നാൽ എങ്ങനെ ലൈൻ്റെ ഇക്വേഷൻ കാണാം. അതുപോലെ 2 പോയിൻ്റ് തരുമ്പോൾ എങ്ങനെ ലൈൻ്റെ ഇക്വേഷൻ കാണാം. 2 പോയിൻ്റ് ഫോം. y - y1 = y2 - y1 / s2 - x1 × s - x1. ആദ്യത്തെ പോയിൻ്റ് x1 y1, രണ്ടാമത്തെ പോയിൻ്റ് s2 y2. y - 0 സമം 4 - 0/2 - 4. കറക്റ്റ് s2ൻ്റെ സ്ഥാനത്ത് 2, x1ൻ്റെ സ്ഥാനത്ത് 4 × x - x1ൻ്റെ സ്ഥാനത്ത് 4. കറക്റ്റ് വിലയിട്ടാൽ മതി. y = 4/-2 × s - 4. y = -2 × s - 4. y = -2s + 8. അപ്പോൾ 2s കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2x + y = 8 ഈസ് ഇക്വേഷൻ ഓഫ് BC. ഫൈൻഡ് ദി സിസ്റ്റം ഓഫ് ഇനിക്വാളിറ്റീസ് വിച്ച് റെപ്രസെൻറ്റ് ദി ട്രയാങ്കുലർ റീജിയൻ. ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിനെ സൂചിപ്പിക്കുന്ന ഇനിക്വാളിറ്റീസ് കാണുക. അപ്പോൾ നമുക്ക് BC മാത്രമേ അറിയത്തുള്ളൂ. ACയുടെ ഇക്വേഷനും അറിയത്തില്ല, ABയുടെ ഇക്വേഷനും അറിയത്തില്ല. അതിനു വേണ്ടി നമുക്ക് ACയുടെ ഇക്വേഷൻ കാണാൻ പോകാം, പിന്നെ നമുക്ക് ABയുടെ ഇക്വേഷൻ കാണാൻ പോകാം. എന്നിട്ടാണ് നമുക്ക് ഇനിക്വാളിറ്റീസ് എഴുതാൻ പറ്റുള്ളൂ. എ പാർട്ട് ചെയ്ത പോലെ 2 പോയിൻ്റ് ഫോം വെച്ച് ACയുടെ ഇക്വേഷൻ കാണുവാണ്. A എന്ന പോയിൻറ്റും C എന്ന പോയിൻറ്റുമാണ് അതിനെടുക്കേണ്ടത്. 0 0 2 4.
അങ്ങനെ എയും സിയും ഇങ്ങനെ എഴുതി വെച്ചു. ആദ്യത്തെ പോയിൻ്റ് x1 y1, എ സി എന്ന് പറയുമ്പോൾ എ ആണ് ആദ്യത്തെ പോയിൻ്റ്, x2 y2 സെക്കൻഡ് പോയിൻ്റ്. നമ്മുടെ ഫോർമുല ഇതായിരുന്നു. y മൈനസ് y1 ഈസ് ഈക്വൽ ടു, അതേ കണക്കിൽ y മൈനസ് 0 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ s2 മൈനസ് x1, y2 മൈനസ് y1 4 മൈനസ് 0 ബൈ x2 മൈനസ് x1, 2 മൈനസ് 0 ഇൻറ്റു x മൈനസ് x1, x മൈനസ് 0, y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x, 2x മൈനസ് y ഈസ് ഈക്വൽ ടു 0 ഈസ് ഇക്വേഷൻ ഓഫ് എ സി. ഇനി എ ബി കാണാൻ പോകാം. എയും ബിയും, എ 0 0 ബി 4 0, ആദ്യത്തെ പോയിൻ്റ് x1 y1, രണ്ടാമത്തെ പോയിൻ്റ് s2 y2, y മൈനസ് y1 0 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1, 0 മൈനസ് 0 ബൈ s2 മൈനസ് x1, 4 മൈനസ് 0 ഇൻറ്റു x മൈനസ് x1, x മൈനസ് 0. ഫോർമുല എന്നുള്ള പറയാം. y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ s2 മൈനസ് x1 ഇൻറ്റു s മൈനസ് x1. y ഈസ് ഈക്വൽ ടു എന്നായിട്ട് 0 മോളിൽ വന്നുകൊണ്ട് 0 ബൈ 4 ഇൻറ്റു എക്സ്, y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതാണ് ഇക്വേഷൻ ഓഫ് എ ബി. ഇനി നിങ്ങൾ ഇൻഇക്വാലിറ്റീസ് നോക്കാം. ബി സിയുടെ ഇവിടെ കത്രി വെച്ച് കണ്ടിച്ചു. 0 0 താഴെയാണ്. ബി സിയുടെ ഇക്വേഷൻ കിട്ടിയത് 2s പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 8 എന്നാണ്. 2s പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 8. 0 0 കണ്ടറിയത്തില്ലേ, ബി സിയുടെ താഴെയാണ്. അപ്പോൾ നമുക്ക് 2s പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 8ൽ 0 0 കൊടുക്കുമ്പോൾ ശരി കിട്ടണം. 2 ഇൻറ്റു 0 പ്ലസ് 0 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ശരി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഇട്ടാൽ നമുക്ക് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 തെറ്റ് കിട്ടും. പക്ഷേ നമ്മുടെ ഷെയ്ഡിങ് ബി സിയുടെ താഴെ ഭാഗത്ത് 0 0 കിടക്കത്തക്ക ഇതാണ്, അവിടെയാണ് ഷെയ്ഡിങ് വരേണ്ടത്. അതുകൊണ്ട് 2s പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് എ സിയിലേക്ക് പോകാം. എ സി വെച്ചിങ്ങനെ കട്ട് ചെയ്തു, കത്രികയ്ക്ക് കണ്ടിച്ചു. അത്രേ തന്നെയാണ് 0 0 കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറത്ത് ഇതിലെ കത്രികയ്ക്ക് കണ്ടിച്ചാലേ പേപ്പർ കഷ്ണം മുറിയുന്ന ഒരു മുറി ഇതാണ്. ആ മുറിയിലാണ് 4 0 കിടക്കുന്നത്. ഈ 4 0 കൊണ്ടുപോയി നമ്മുടെ എ സിയുടെ ഇൻഇക്വാലിറ്റിയിലേക്ക് പറയുമ്പോൾ ശരിയായിട്ട് കിട്ടണം. 4 0 കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഷെയ്ഡിങ് വന്നത്. അല്ലാതെ ഈ ലൈൻ വെച്ച് കത്രിക ഇങ്ങനെ കണ്ടിച്ച് ഈ ലൈൻ നീണ്ടുപോകും. അപ്പോൾ ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡല്ല ഷെയ്ഡിങ് വരേണ്ടത്, ഇപ്പുറത്തെ സൈഡാണ് ഷെയ്ഡിങ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഈ 4 0 കിടക്കുന്ന പോയിൻ്റ് ഇട്ട് അതിൽ കൊടുക്കുമ്പോൾ ശരി വന്നം. 2s മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കാര്യത്തിലാണ് 4 0 കൊടുക്കുമ്പോൾ ശരി വന്നം. 2 ഇൻറ്റു 4 മൈനസ് 0 എന്ന് വെച്ചാൽ എന്നാ, 2 ഇൻറ്റു 4 മൈനസ് 0 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ വരേണ്ടത് ശരി വരാൻ. അപ്പോൾ 2s മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 മാറ്റി 2s മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് എ ബിയും കൂടെ ഉണ്ട്. ഇത് y ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു ഇതിൻ്റെ ലൈൻ കിട്ടിയത്. y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ലൈനിൻ്റെ മുകളിലല്ലേ 2 4, മുകളിലല്ലേ 2 4 കിടക്കുന്ന സ്ഥലത്തേക്കല്ലേ ഈ ലൈൻ വെച്ച് കത്രിക വെച്ച് കണ്ടിക്കുമ്പോൾ താഴേക്കുള്ള ഭാഗം അല്ലല്ലോ, കർലാസ് കഷ്ണം അല്ലല്ലോ ഷെയ്ഡിങ് വരേണ്ടത്, മുകളിലേക്കാണ്. അപ്പോൾ 2 4 നമുക്ക് കിട്ടുമെന്ന് കൊടുക്കാം. 2 4 എന്ന് പറയുമ്പോൾ അതിനകത്ത് y വില 4 മാത്രമേ കൊടുക്കാനുള്ളൂ. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറയേണ്ടത് ശരി വരാൻ. അപ്പോൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അതിൽ വന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഇൻഇക്വാളിറ്റി എഴുതുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കണക്കിനകത്ത് ഇൻഇക്വാളിറ്റി എഴുതാനുള്ള കണക്കാണ് 14ഉം 13ഉം. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. 12 നല്ല എളുപ്പമാണ്, 11നും കുഴപ്പമൊന്നുമില്ല. 4 കണക്കുണ്ട്. 4 കണക്കും കൃത്യമായിട്ട് എഴുതി പഠിക്കുക. പരീക്ഷ ഉണ്ടായിരിക്കും 6 മണിക്ക്. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഗ്രാഫ് എന്നിട്ട് ഇൻഇക്വാളിറ്റി എഴുതാനുള്ള ക്വസ്റ്റ്യനാണോ എനിക്കിപ്പോൾ ഇടാനുള്ളത്. അതുപോലെ തന്നെ 11 A പാർട്ട് പോലത്തെ ഒരു ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് പഠിക്കുക.